നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിനാ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യം പറയുന്ന വാക്ക് അപ്പാടെ വാസ്തവീകരിച്ച് അത് വിഴുങ്ങുകയും ചെയ്താൽ, അയാൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ, തീർച്ചയായും ഫഖദ് കദബ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവൻ കളവാക്കിയവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കര വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. വലിയ വലിയ പണക്കാരായ ആളുകളാണ് ഇതിലേറ്റവും മുൻപന്തിയിൽ. ഞാൻ ഒന്നുകൂടി പറയുന്നു, പണച്ചാക്കുകളാണ് ഈ വിഷയത്തിൽ മുൻപന്തിയിൽ. പാവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അവർ സാധുക്കൾ, അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചിലർക്കുണ്ട് കഞ്ഞിമൂല. കഞ്ഞിമൂല എന്ന് പറഞ്ഞ ഒരു സംഭവം വിശുദ്ധ ഇസ്ലാമിലില്ല. പഠിച്ചോ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിലില്ല അത്. എന്ത് കഞ്ഞിമൂല? കഞ്ഞി വെച്ച് കുടിക്കാൻ ആണോ കഞ്ഞിമൂല? ഈ വിഷയമൊക്കെ ഞാനും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ചിലർ മനസ്സിലാക്കി ഇതൊക്കെ ഇത് കൊണ്ടുവന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ട് അവിടെ കഞ്ഞിമൂല, ഇവിടെ കഞ്ഞിമൂലയുണ്ട്, ആ പ്രശ്നമുണ്ട്, ഇവിടെ ഇന്നത് പറ്റൂല, ബാത്റൂം പറ്റൂല. കഞ്ഞിമൂല ബാത്റൂം പണിതാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, ദോഷമാണ്. ഇസ്ലാം മതത്തിൽ അതൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ തഴവ ഉസ്താദൊക്കെ എന്നേ ഖറാബായി പോയാനെ. ബാത്റൂം ഇരുന്നത് കഞ്ഞിമൂലയിലാണ്. അള്ളാഹു നമ്മളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തഴവ ഉസ്താദിനെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ്. ഇത് ഇവരൊന്നും കിതാബ് ഓതി പഠിക്കാത്തവരാണ്. ഇവർ കാണാത്ത ഏത് കിതാബാണ് നമ്മൾ കണ്ടത്? ഈ അടുത്ത് ചുള്ളിമാനൂർ അബ്ദുസ്സലാം മുസ്ലിയാർ പറയുന്ന ഒരു വീഡിയോ ഒരു സഹോദരനെ കാണിച്ചു. പഴയകാല പ്രാസംഗികനാണ് അദ്ദേഹം. ഒരിക്കൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കുത്തുബ്ഖാന കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, കോടികൾ വിലമതിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട്. ധാരാളം കിതാബുകൾ അവിടെ കാണാം. ഓരോ ഗ്രന്ഥം എടുത്തു നോക്കിയാലും, ഫത്ഹുൽ മീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു നോക്കിയാൽ അതിൽ എല്ലാ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇബാറത്തുകളും അദ്ദേഹം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. എഴുതി 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 ഓരോ വരികൾക്കിടയിലും. അതിനകത്തിന് ഒരു പേജില്ല ഇനി എഴുതാൻ. ഇതേപോലെ അടുത്ത ഗ്രന്ഥം, വേറൊരു ഗ്രന്ഥം എടുക്കുമ്പോൾ അതിനകത്തും ഇതേപോലെ എന്ന് പറഞ്ഞാൽ നോക്കാത്ത ഗ്രന്ഥമില്ല. തഴവ ഉസ്താദ് തന്നെ പറയുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ഗ്രന്ഥവും ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ ഒരു ഗ്രന്ഥവും എനിക്കെതിരിൽ ഹിസാബ് പറയുകയില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഗ്രന്ഥങ്ങൾ റൂമിൽ മുഴുവൻ കെട്ടിവെച്ചിരിക്കുകയാണ്. നമുക്ക് ഡെയിലി വരുന്ന പത്രം പോലും വായിക്കാൻ ഇവിടെ സമയമില്ലാതെ ഓടുന്ന കാലഘട്ടമാണ് നമ്മൾ. അന്നന്ന് വരുന്ന പത്രം പോലും നമ്മൾ വായിക്കലില്ല ഫുള്ള്. അതിൻ്റെ ഫ്രണ്ട് പേജ് വായിക്കും, സ്പോർട്സ് പേജും വായിക്കും, എന്തെങ്കിലും ക്രൈം ഉണ്ടെങ്കിൽ അതും വായിക്കും, കഴിഞ്ഞ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഇത്രയും വലിയ കിതാബുകളൊക്കെ ഓതിപ്പടിച്ചതാകുന്ന മഹാന്മാരാകുന്ന മഹത്തുക്കൾ, റയീസുൽ മുഹഖഖീനാകുന്ന കണ്ണിയത്ത് ഉസ്താദ്, ബഹുന്നരാകുന്ന റയീസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ്, ഇവരൊക്കെ ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോയി. നമ്മുടെ കൗമിൽപ്പെട്ട കുറേ പേര് ഇങ്ങനെയുള്ള പരിപാടികളായിട്ടിരിക്കുക. മൂല്യന്മാർക്കറിയാത്ത പണിയാണിത്, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം. ഇവിടെ മൂല്യന്മാർ ഇതിന് നിൽക്കാത്ത എന്താണെന്നറിയോ? ഇത് എതിർത്തതാണ് വിശുദ്ധ ഇസ്ലാമിലെ ചുണക്കുട്ടികൾ, ആലിമീങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. മറ്റു മതസ്ഥരുടേതാകുന്ന ആചാരങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, ഓരോരുത്തർക്കും അവരവരുടെ ആചാരം. ഹൈന്ദവ മതത്തിലുള്ളവർക്ക് അവർക്ക് കഞ്ഞിമൂലം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആചാരം, അതുമായി പോകാം. മുസ്ലിമിന് അതുമായി യാതൊന്നും കൂട്ടിക്കലർത്താൻ പാടില്ല. നമുക്കതില്ല, അത് മനസ്സിലാക്കി. നമ്മളത് ഭയങ്കര ശാഠ്യമാണ്. ചില ആളുകൾ അത് ഭയങ്കരമായിട്ട് വസ്വാസം ഉണ്ടാക്കാൻ. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല, തീർത്തു പറയാൻ. ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല അതിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ വ്യാജമാകുന്ന പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ അറിയാൻ പറ്റുന്ന ആളാണ്. ഇന്ന ഗുരുക്കൾ ഭയങ്കരമാണ് അയാൾ, സ്വാമി, അയാളെ കൊണ്ടുവരിക. അയാൾ പറയുന്നത് വിശ്വസിച്ച് പണി ചെയ്താൽ നീ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം. ഖുർആനും ഹദീസിൽ എവിടെയാണ് ഒരു കഞ്ഞിമൂല എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു കൊണ്ടുവരിൻ, നമുക്ക് ഇരിക്കാം. നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. 8 കൊല്ലമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, ഇനിയും ഇവിടെ തന്നെ ഉണ്ടോ? വരിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത മാറോലകൾ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കരുത്.
മോശപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള വ്യാജന്മാരുടെ പിറകെ നിങ്ങൾ പോകരുത്. അതേത് വ്യാജ മൂല്യാക്കന്മാരാണെങ്കിലും അവരെ ശ്രദ്ധിക്കണേ. അത് അവരവരുടെ അന്നം കഴിക്കുന്ന ചില പരിപാടിക്ക് വേണ്ടി ചിലർ നിൽക്കും. എല്ലാത്തിലും ഉണ്ടല്ലോ വ്യാജന്മാർ. മറ്റു മതസ്ഥരുടേതാകുന്ന ഇത്തരത്തിലുള്ള പണികൾ പഠിച്ചെടുത്തിട്ട് അതിന് ഭയങ്കര സംഭവം, എന്നിട്ട് ആയത്തെക്കുറിച്ചൊക്കെ ഓതി ഊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കും എന്തോ ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. വെറുതെ തട്ടിപ്പ്. വീടിന് ശിലാസ്ഥാപനം നിർവഹിക്കുന്നു, അതൊക്കെ ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്ക് കല്ലിട്ടിട്ടുണ്ട്. അങ്ങനെ നബിതങ്ങൾ ഇട്ട പള്ളിക്ക് കല്ലിട്ട പള്ളിയാണ് മസ്ജിദ് ഖുബാ. നിങ്ങളവിടെ ചെല്ലുമ്പോൾ കാണാം, മദീനയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം മസ്ജിദ് ഖുബാ പള്ളി നബിതങ്ങൾ കല്ലിട്ടതാണ്. അപ്പോൾ കല്ലിടലൊക്കെ അസിലുണ്ട്, അതിനൊന്നും യാതൊരു വിഷയമില്ല. അതല്ല ഈ പറയുന്നത്. ആ കല്ല് ഇന്ന മൂലയിൽ തന്നെ ഇടണം, അവിടെ ഇട്ടില്ല അത് വിഷയമാണ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വ്യാജമായി പടുത്തുണ്ടാക്കിയതാണ്. അതിനൊന്നും ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. മനസ്സിലാക്കി. നമ്മളൊരു സദസ്സിൽ വന്നിട്ട് പോകുമ്പോൾ ഇൽമ കിട്ടണം, അതിനാണിത് പറയുന്നത്. ശ്രദ്ധിക്കൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ വ്യാജമാണ്, പടച്ചുണ്ടാക്കപ്പെട്ടതാണ്. അതിനൊന്നും ഒരു അടിസ്ഥാനവും ദീനിൽ ഇല്ല. ശരിക്കും മനസ്സിലായിക്കോ. വകവെച്ച ഒരു പണ്ഡിതന്മാരും ഇല്ല. എത്രയോ ആലിമീങ്ങൾ ഇവിടെ ഉണ്ട്, മഹത്തുക്കളുണ്ട്, സൂഫിയാക്കളുണ്ട്. അവരാരും അതിലൊന്നും യാതൊരുവിധ ഗുണവും പറഞ്ഞിട്ടില്ല. നമ്മുടെ മതത്തിലാണ് പറയുന്നത് കേട്ടോ. മറ്റൊരു മതത്തിൻ്റെ ആചാരത്തിൽ നമ്മൾ കുറ്റം പറയുന്നുമില്ല. അവർക്ക് അവരുടെ ആചാരാനുഷ്ഠാനവുമായി മുന്നോട്ട് പോകാം. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവ്വൻ ബിഗൈരി ഇൽമ്. ലോകത്ത് ഒരു മതത്തിൻ്റെ ആദർശത്തെയും ആശയത്തെയും നമ്മൾ ചോദ്യം ചെയ്യാനില്ല, പാടില്ല എന്ന് ഖുർആൻ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മതത്തെ അവരും ചോദ്യം ചെയ്യും, അവർ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നമുക്ക് നമ്മുടെ ആചാരം, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം. അതാണ് ഇസ്ലാമിൻ്റെ പോളിസി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ചുരുക്കത്തിൽ ലോകത്തേക്ക് ആദ്യമായി പടയ്ക്കപ്പെട്ട അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഗേഹം അത് പരിശുദ്ധമായ കാബയാണ്. ആ കാബയിലേക്ക് തിരിഞ്ഞാണ് ലോകം മുഴുവൻ നിസ്കരിക്കുന്നത്. ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും കാല് കാബയിലേക്ക് നീട്ടിയിരിക്കാൻ പാടില്ല. സ്ത്രീകൾ ശ്രദ്ധിക്കൻ. ഉമ്മമാരാണത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്. കാബയിലേക്ക് കാല് നീട്ടിയിരിക്കാറുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ്, പാടില്ല, ശ്രദ്ധിക്കണം. അങ്ങനെ കാല് നീട്ടണം. വേദനയാണെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് ഇരിക്കും, തെക്ക് വടക്കോട്ട് മാറി അങ്ങനെ ഇരിക്കും. നീട്ടൽ പാടില്ല. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം കിടക്കേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്? കിബിലയ്ക്ക് അഭിമുഖമായിട്ടാണ്. ശ്രദ്ധിക്കണേ. വടക്ക് തല വെച്ച് തെക്കോട്ട് കാല് വെച്ച് കിബിലയ്ക്ക് അഭിമുഖമായി വലത്തോട്ട്. ഇപ്പോൾ അവിടെയാണ്, അതാണ് കിബിലയെങ്കിൽ അങ്ങോട്ടേക്ക് ചെരിഞ്ഞ് വലത് കൈയുടേതാകുന്ന ഉൾഭാഗം നമ്മളെ കവിളിലേക്ക് ചേർത്ത് ഇങ്ങനെയാണ് കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് കടന്നിരുന്നത്. ആദ്യം അങ്ങനെ കിടക്കണം. ചിലർക്കൊന്നും വലത്തെ കൈ ഇങ്ങനെ കവിളിലോട്ട് വെച്ച് കിടക്കാൻ പറ്റൂല. കാരണം കൊളസ്ട്രോൾ, തടി കൂടിയിട്ട് കൈ ഇങ്ങനെ വരുന്നുള്ളൂ. കടന്നു നോക്കും വൈകിട്ട് പോയിട്ട്, അപ്പോൾ അറിയാം അവസ്ഥ. ഞാൻ അങ്ങനെ പറ്റിയില്ലെങ്കിലും വലതുവശം ചെരിഞ്ഞ് തലകണ് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കുക. അങ്ങനെ കടന്നതിന് ശേഷമാണ് പിന്നെ നേരെ മലർന്ന് കിടക്കേണ്ടത്. കമിഴ്ന്ന് കിടക്കാനേ പാടില്ല. അതൊക്കെയാണ് പഠിക്കേണ്ടത്. കമിഴ്ന്ന് കിടക്കൽ മുസ്ലിമീങ്ങളുടെ ചര്യയല്ല. ഒരാൾ ഉറക്കത്തിൽ അറിയാതെ കമിഴ്ന്നു പോയി, അതല്ല വിഷയം. മനഃപൂർവ്വം ആദ്യം തന്നെ ചെന്നിട്ട് കമിഴ്ന്ന് കിടക്കുക, അത് നല്ല ശീലത്തിൽ പെട്ടതല്ല. വലതുവശം അല്ലെങ്കിൽ നേരെ മലർന്ന് കിടക്കുക. കണ്ടോ, കിബിലയ്ക്ക് അഭിമുഖമായി കിടക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആദ്യം തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ കിടത്തണം? കിബിലയിലേക്ക് ചെരിച്ച് കിടത്തണം. ശരിക്കും ശ്രദ്ധിക്കണേ. ഖബർ പൊളിക്കൽ നിർബന്ധമായ മസ്അല ഫത്ഹുൽ മുഈനിൽ കാണാം. യജിബു നബ്ശുൽ ഖബർ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഖബറിൽ കടക്കുന്ന വ്യക്തിയെ കിബിലയ്ക്ക് തെറ്റിയിട്ടാണ് കടത്തിയത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഖബർ പൊളിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ കിബില കൊള്ളെ കടത്തണം. മനസ്സിലാകുന്നുണ്ടോ? കിബിലയുടെ പ്രാധാന്യം പറയുന്നത് അത്രമേൽ പ്രാധാന്യമാണ്. ഒരാൾ മരിച്ചിട്ട് അയാളെ ഖബറടക്കിയപ്പോൾ എങ്ങനെ കടത്തി? ചെരിച്ച് കടത്തി, അല്ലെങ്കിൽ നേരെ കടത്തി ഞാൻ ഖബറടക്കി. അടക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അതെ കിബിലയ്ക്ക് തിരിച്ചല്ല കടത്തിയിരിക്കുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. എങ്കിൽ ഖബർ പൊളിക്കണം. ഖബർ വേഗം തന്നെ വന്ന് മാന്തിയിട്ട് അയാളെ തിരിച്ച് കടത്തണം. അല്ലാതെ ഖബർ പൊളിക്കാൻ പാടില്ല. ഖബർ പൊളിക്കേണ്ട മസലയെ പറഞ്ഞത്. അതുപോലെ ഒരാൾ വന്നിട്ട് പറയാം, എൻ്റെ വിലപ്പെട്ട ഒരു സ്വർണത്തിൻ്റെ ഒരു മോതിരം അതിൽ പോയി,
അല്ലെങ്കിൽ നല്ല വിലപ്പെട്ട ഒരു സംഭവം അതിൽ പോയിട്ടുണ്ട്, എനിക്കത് കിട്ടണം, അയാൾ വാശി പിടിക്കാൻ, എങ്കിൽ ഖബർ പൊളിക്കൽ നിർബന്ധം. ഖബർ പൊളിക്കൽ നിർബന്ധമായ മസല പറയുന്നുണ്ട് ഫത്വയിൽ മൊയ്നിൽ. അതിൽ കാണാം, ഇങ്ങനെയുള്ള സംഗതികൾക്കേ ഖബർ പൊളിക്കാവുള്ളൂ. അതിൽപ്പെട്ടതാണ് കിബിലയ്ക്ക് തെറ്റി വന്നു എന്ന് കണ്ടാൽ ഖബർ പൊളിക്കാം. ശരിക്കും ശ്രദ്ധിക്കണേ, മസലയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കിബില പറഞ്ഞു, കഅബ കൊള്ളേ തിരിയണം. എന്തുകൊണ്ട്? അത് ചെറിയ കാര്യമല്ല, ബറക്കത്തുള്ള ഗേഹമാണ് കഅബ. അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്. ഈ ബറക്കത്ത് കിട്ടാനാണ് നമ്മളീ നടക്കുന്നത്, നമ്മൾ സുന്നികളി ഓടുന്നതൊക്കെ ഈ ബറക്കത്ത് കിട്ടാനാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ഖുർആനിൽ ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് ധാരാളം ഭാഗങ്ങളിലുണ്ട്. അള്ളാഹു അവനെക്കുറിച്ചും അവൻ്റെ നാമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തബാറക സ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് 99 നാമങ്ങളുണ്ടത്രേ. ആ 99 നാമങ്ങൾ മുഴുവനും ബറക്കത്തുള്ള നാമമാണ്. തബാറക സ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബിന്റെ സർവനാമങ്ങളും ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ബറക്കത്തുടയവനാണ്, അവൻ്റെ നാമങ്ങൾ ബറക്കത്തുള്ള നാമങ്ങളാണ്. പരിശുദ്ധമാക്കപ്പെട്ടതായ കഅബാലയം അത് ബറക്കത്തുള്ളതായ ഗേഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളതായ സർവ അംബിയാക്കളും ബറക്കത്താണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകാ ഐനമാ കുന്തു. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം പോലും പറഞ്ഞില്ലയോ, ഞാൻ ബറക്കത്തുള്ള വ്യക്തിയാണ്. വജഅലനി മുബാറകാ ഐനമാ കുന്തു. ഞാൻ എവിടെ പോയാലും, എന്തിൽ പിടിച്ചാലും, എവിടേക്ക് നടന്നാലും അതിലെല്ലാം ബറക്കത്താണ്. തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി മുഖേന നമുക്ക് കൈമാറി തന്നതായ പരിശുദ്ധമായ ഖുർആൻ ബറക്കത്തിന്റെ ഗ്രന്ഥമാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊ വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ്. മുബാറക്കുൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ഫത്തബിഊ, ആ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണേ. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം ഇന്നത്തെ തലമുറ കൈക്കൊള്ളുന്നില്ല. മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഇന്നതാ 40-50 വയസ്സുള്ളതാകുന്ന ഉമ്മമാര് പണ്ട് കോളേജിൽ പഠിച്ചതാകുന്ന കൂട്ടുകാരികളുമായി റീയൂണിയൻ നടത്തുന്നതായ കാലയളവല്ലയോ. പഴയ ക്ലാസ്മേറ്റുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന തിരക്കിലല്ലയോ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ അശ്ലീലതയാണത്. ഞാൻ അങ്ങനെ തന്നെ തീർത്തു പറയുകയാണ്. എന്താ കാരണം? 40 വയസ്സുള്ള ഉമ്മ നല്ല ജീവിതം നയിച്ചു പോവാണ്, ഒരു കുഴപ്പമില്ല, കുടുംബത്തിൽ വളരെ റാഹത്തായ ജീവിതം നയിച്ചു പോകുന്നു. ഭർത്താവുണ്ട്, മക്കളും ഒന്നിച്ചുള്ള ജീവിതം, വളരെ സന്തോഷകരമാകുന്ന ചെറിയ കുടുംബജീവിതം, സന്തുഷ്ട ജീവിതം. അത് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു മിസ് കോൾ വന്ന് വീഴുകയാണ്. ആ മിസ് കോൾ നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ മറ്റാരുമല്ല, പണ്ട് കോളേജിൽ പഠിച്ച കൂട്ടുകാരനാണ്, BA കൂടെ പഠിച്ചവനാണ്. അവനുമായിട്ട് പിന്നെ സനൽകുമാറുമായിട്ട് ബന്ധമായി, അവനുമായിട്ട് കണക്ഷനായി. അവൻ പറയും നമുക്കൊരു കൂട്ടായ്മ കൂട്ടണ്ടേ. അങ്ങനെ കൂട്ടുകയാണ്, റീയൂണിയൻ. പണ്ട് പഠിച്ച കോളേജിൽ പഠിച്ചതാകുന്ന കുട്ടികളെല്ലാം കൂടി 10ാം ക്ലാസ്സിലും +1-നും +2-നും BA-ക്കും MCOM-നും ഒക്കെ പഠിച്ച മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്യാങ് കൊണ്ടുവരികയാണ്, ഒരു ക്ലാസ്മേറ്റിൻ്റെ കൂട്ടായ്മ. അതിലൂടെ ഉണ്ടാകുന്ന നാശം എന്താ? അതിനകത്ത് പലരും വിവാഹം കഴിക്കാത്തവരുണ്ടാകും, വിവാഹം കഴിഞ്ഞതാകുന്ന തള്ളമാരുണ്ടാകും. 40 വയസ്സുള്ള ഉമ്മമാർ, 4-5 പ്രസവിച്ച പെണ്ണ്, ഭർത്താവ് ഗൾഫിലാണ്, വലിയ സംസാരമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നുള്ളൂ. അതിന് പകരം ഫോൺ വിളിക്കാൻ അവിടെ കൂട്ടുകാരനെ കിട്ടാൻ അവൻ ശരിക്കും മുതലാക്കുകയാണ് ഈ പെണ്ണിനെ. പിന്നെ അവനുമായിട്ട് കണക്ഷനായി. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പാതകം, ഏറ്റവും വലിയ തെറ്റാണിത്.
ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? പെണ്ണുങ്ങൾക്ക് പിന്നെ നല്ല റാഹത്ത്, കലബില നല്ല വർത്താനം പറയാൻ ആളെ കിട്ടി, സുഖം പരിപാടി. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ രീതിയിൽ സ്വന്തം ഭർത്താവിനെ പോലും പറ്റിക്കുന്നതായ സഹോദരിമാർ ഇന്ന് ഈ സമൂഹത്തിൽ കൂടി വരുകയല്ലയോ? ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞ് നിലകൊള്ളുമ്പോൾ 4-5 പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സ്വന്തം ഭാര്യയെ അകറ്റിക്കൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ ഇത്തരത്തിലുള്ളതാകുന്ന യോഗങ്ങൾ കൂടി വരുകയല്ലയോ? അതെല്ലാം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടു പോയില്ലയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ലയുഹരിമു റിസ്ഖ ബിദംബില്ലദീ യുസീബുഹു. ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബറക്കത്ത് തടയപ്പെടുന്നത്, അവന്റെ വിഭവങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നത്, അവന് സമ്പത്ത് കുറവ് വരുത്തുന്നത്, അവനുള്ള സന്താനങ്ങളിൽ കുറവ് വരുന്നത്, അവനുള്ളാകുന്ന ഭാര്യയുടെ ഭർത്താവ് മൊത്തത്തിലുള്ള ജീവിതത്തിൽ സന്തോഷം കിട്ടാതായി പോകുന്നത് നിന്റെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ ചെറുതായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ഒരു പെണ്ണ് നിൽക്കേണ്ടടുത്ത് നിൽക്കണേ, ഒരു പുരുഷൻ നിൽക്കേണ്ടടുത്ത് നിൽക്കണേ. അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള സങ്കലനങ്ങൾ വിശുദ്ധമായ ഇസ്ലാം എതിർക്കുകയാണ്. ആര് എന്ത് പറഞ്ഞാലും വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. ഏത് കോലത്തിലേക്കും ഏത് കാലഘട്ടത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതായ ആ ഖുർആനിനോ ആ പ്രവാചകന്റെ തിരുവചനങ്ങൾക്കോ ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ല. അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആശയമാണ്, ആദർശമാണ്. അത് സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. ഒരടിമയ്ക്ക് ആഹാരം കുറവ് വരാൻ, സമ്പത്ത് കുറവ് വരാനുള്ള കാരണം അവൻ ചെയ്യുന്ന തെറ്റാണ് അതിൻ്റെ ഇതിവൃത്തമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വ്യഭിചാരമല്ലേ? അന്യപുരുഷനുമായിട്ടുള്ളതാകുന്ന സങ്കലനം. ഭർത്താവ് ഒന്നിച്ച് മനോഹരമായ ജീവിതം നയിച്ചു, വീണ്ടും പഴയ കോലത്തിലേക്ക് റീയൂണിയൻ നടത്തിയിട്ട് പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മോശമാണ്. മുസ്ലിമിൻ്റെ കാര്യം ഇവിടെ ചർച്ച കേട്ടോ, അല്ലാത്തൊരു ചർച്ചയില്ല. അത് തെറ്റാണ്, പാതകമാണ്. ആ ഒരൊറ്റ തെറ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റിസ്ക് തടയപ്പെടും. ചില ആളുകൾ നല്ല സമ്പന്നതയിലാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ സമ്പത്ത് മുഴുവൻ ചോർന്നു പോകാറുണ്ട്. എന്താ കാരണം എന്നറിയോ? വ്യഭിചാരം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ വലിയ വിഷയമാണത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിൽ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ തന്നെയുണ്ട്, ഭാര്യ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ വീട്ടിനുള്ളിൽ വിളിച്ച് കയറ്റുന്നു. ചിലപ്പോൾ കണ്ടിട്ടില്ല, ചില ടൗണിലൊക്കെ അങ്ങാടിയിലൊക്കെ ചില ബൈക്ക് ഒറ്റപ്പെട്ടിരിപ്പുണ്ട്. കാരണം എന്താ? മതിൽ ചാടി പോയേക്കും അതിൻ്റെ ഉടമസ്ഥൻ. രാത്രി 2 മണിക്ക് കൊണ്ട് വെക്കും, സുബൈക്ക് മുമ്പ് ബൈക്ക് ഒന്ന് തിരിച്ചെടുക്കും. അങ്ങനെയുണ്ട്, ദിക്റും എല്ലാം പോകുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചില സ്ഥലങ്ങളിലുണ്ട്. ഞാനിങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ കാണുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചില ഗ്രാമങ്ങളിലൊക്കെ കാണാം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വൈകിട്ടാകുമ്പോൾ ചില മതിൽ ചാട്ടക്കാർ, പകല് ഭാര്യ ആ കിടക്കുന്ന പത്രം ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത ടീമാണ്. കുനിയാൻ മേലെ എനിക്ക് കൊലസ്ട്രോളാന്ന് പറയുന്ന ടീം വൈകിട്ട് നോക്കുമ്പോൾ 2 മണിക്ക് ഹൈ ജമ്പ്, മതിൽ ചാട്ടം, അതാ പരിപാടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട് സമൂഹത്തിൽ. ഒക്കെ പകൽമാന്യന്മാരായിട്ട് നടക്കുക, വലിയ ആളായിട്ട് നടക്കുക സമൂഹത്തിൽ. അവരോർക്കൊന്നും ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണ്. രഹസ്യമായി നടത്തുന്ന പരിപാടികൾ, ഇതൊക്കെ പരസ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിന്തിച്ചോ, നാളെ മഹ്ശറയിൽ ഇതെല്ലാം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ഈ ചാടുന്ന ചാട്ടം ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വാതൊക്കെ നിസാരവൽക്കരിക്കും. നാളെ ഈ പറയപ്പെടുന്നതാകുന്ന ഓരോന്നും നാളെ സ്ക്രീനിൽ കാണിക്കപ്പെടും, കൺമുന്നിൽ കാണാൻ പോവാൻ. ആചാര്യ രാത്രി പോകുന്നത് 4 ഉംറ ചെയ്ത ആചാര്യാണ്, കാബയുടെ കില്ല പിടിച്ച കയ്യാണ്. ആ കയ്യുമായിട്ട് വേറെ അങ്ങോട്ടോ പോവാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
പാതിരാത്രി സമയം ഓട്ടമാണ് ഹാജിയാർ, തിരക്ക്. നബി തങ്ങൾ പറഞ്ഞു, ദാരിദ്ര്യമെത്തിക്കും. ഇന്നൽ അബ്ദ ലയുഹരിമു റിസ്ഖ ബിദംബില്ലദി യുസീബുഹു. മുത്തുനബിയുടെ അധ്യായമാണ്, ശരിയല്ലേ? ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിൻ, വ്യഭിചരിച്ചതാകുന്ന ആളുകളുടെ കുടുംബങ്ങളിലൊക്കെ ദാരിദ്ര്യമുണ്ടാകും, ഉറപ്പാണ്. യൂരിസുൽ ഫഖറ, ദാരിദ്ര്യമാണ് അവർ അനന്തരമെടുക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ. കഴിക്കാൻ അന്നം ഉണ്ടാവില്ല, അന്നത്തിന് വേണ്ടിയാണ് ഈ പോകുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി റെഡ് സീറ്റിലും മറ്റുമൊക്കെ പണിയെടുക്കുന്നവർ, അവർക്ക് ആ പണി തന്നെയാണ്. ഖിയാമത്ത് വരെ അത് വിട്ട് വേറൊരു പണിക്ക് പോയിട്ടില്ല. ഈ അടുത്തിടെ ഒരു സഹോദരൻ ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. 2000 രൂപയ്ക്കൊക്കെ സ്വന്തം ശരീരം വിറ്റ് തിന്നുന്ന ആളുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. നിങ്ങൾ വൈകിട്ട് കരുനാപ്പള്ളി ടൗണിലോട്ട് പോവാ, ഹുൻസകളെ കാണാം, നല്ല റാഹത്തായിട്ട് രാത്രി നിൽക്കാൻ വന്ന് അതിലേക്കൂടെ പോകണമെങ്കിൽ അജയരെ 2000 രൂപ ഉണ്ടെങ്കിൽ കറങ്ങാം, നമുക്ക് പോകാമെന്ന് പറയും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. 2000 രൂപയ്ക്ക് സ്വന്തം ശരീരം വിൽക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. മുമ്പ് 20,000-നും 1,00,000-നും ഒക്കെ വിറ്റുകൊണ്ടിരുന്ന ശരീരങ്ങളാണ് മുമ്പ്, അങ്ങനെയാണ് കേട്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പം എത്രയാണ് വില? എത്രയാണ്? 2000 രൂപയ്ക്ക് ഫുൾ നൈറ്റ്, രാത്രി മുഴുവൻ ഹയാത്താക്കാം, പോരാനാണ് പറയുന്നത്. അവരെ കൊണ്ടുപോകാനും ആളുണ്ട്. സുബൈക്ക് മുമ്പ് ഇവരുടെ കാര്യങ്ങൾ നിറപടിയാക്കാൻ ടീംസും ഉണ്ട്. അതാ രസം. കറക്റ്റ് സമയമാകുമ്പം 2 മണിയൊക്കെ ആകുമ്പോൾ ഒരു കാറും എടുത്തുകൊണ്ട് അതിലേക്കൂടെ വരും, ഇല്ലേ ബൈക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ബഗേറിക്കോ പുറയിരുത്തിക്കൊണ്ട് കറങ്ങാൻ. അപ്പം അതിനല്ലേ ജനങ്ങൾക്ക് സമയം. ജനങ്ങൾക്കിങ്ങനെ ആർമാദിക്കണം. ഒരു റജബും വേണ്ട, ശഅബാനും വേണ്ട, റമദാനും വേണ്ട, അടിച്ചു പൊളിക്കൽ തന്നെ. പഴീക്കൽ ബീച്ചുകൾ കണ്ടില്ലേ? പുതിയ ഹോട്ടലുകൾ തുടങ്ങിയിട്ട് ആ ഹോട്ടലുകളെ കേന്ദ്രീകരിച്ച് വൈകിട്ട് നൈറ്റ് ക്ലബ്ബുകളും നിശാ ക്ലബ്ബുകളും സംഘടിപ്പിക്കാൻ, ഡിസ്കോ ബ്രേക്കൽ, DJ പാട്ടുകൾ ഇട്ടിരിക്കാൻ. അടുത്തൊരു സഹോദരൻ പറഞ്ഞതാ. നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറയാൻ പേടിയാണ് സത്യത്തിൽ. കാരണം പറയുമ്പോൾ അറിയാത്ത കോമ കൂടി പോവാൻ. അതാണ് ഇപ്പോഴത്തെ കാലം. ആളുകൾ നന്നാവട്ടെ എന്ന് ഓർത്ത് പറയുമ്പോൾ, നല്ല ഉദ്ദേശത്തിൽ പറയുമ്പോൾ, അവിടെ എപ്പോൾ തുടങ്ങി ഉസ്താദ്, നമ്മൾ അറിഞ്ഞില്ലല്ലോ, നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം, നാളത്തെ വാതിന് നമ്മളില്ല, അസ്സലാമു അലൈക്കും. ഇതാണ് കൗമ്. പറയാൻ പേടിയാണ്. ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്നവർ ഇപ്പോഴേ പോയിട്ടുണ്ടാവും, അത് തീരുന്നതിന് മുമ്പ് അവിടെ എത്തും, ഇവിടെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അതാണ് നമ്മുടെ തലമുറ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. DJ പാട്ടുകളിട്ട് തുള്ളുകയാണ്. അവിടെ തുള്ളുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് തലയിൽ തട്ടമിട്ട മുസ്ലിം താത്തമാർ. അവിടെയാണ് നമുക്ക് വിഷയം. അല്ലാതെ വല്ലവരും കൂടെ തുള്ളുന്നതിന് നമുക്ക് ഉപദേശിക്കാൻ തന്നെ അർഹതയുണ്ടോ? അപ്പം അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദീൻ പറഞ്ഞാൽ മതിയെന്നാണ്. നമ്മൾ നമ്മുടെ ദീനുള്ളവരോടാണ് പറയുന്നത്, മുസ്ലിമീങ്ങളോടായി പറയുന്നത്. നിങ്ങളതിങ്ങനെ പോകരുത്, ശ്രദ്ധിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പം അങ്ങനെയാണ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ മുറിക്ലിപ്പെടുത്തിട്ട് ഒരു ഭാഗത്തിരുന്നിട്ട് പറയും, ഞങ്ങൾ ഉപദേശിക്കാൻ നിങ്ങളാര് നീ ചോദിക്കുന്ന കുറേ കൗമുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളോടല്ല പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ തന്നെ പൊയ്ക്കോ, ഞങ്ങൾ മുസ്ലിമീങ്ങളോടായി പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകാരുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കേണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാപട്യത്തിൻ്റെ മുഖത്ത് ആളുകളോടും പറയുന്നില്ല, നല്ല സുന്നികളായ ആളുകളോടാണ് ഈ പറയുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാത്തിനും വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ്. നന്മ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലഘട്ടമാകുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ ഉപദേശിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ലത്രേ, തിന്മ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. സഹാബത്ത് ചോദിക്കുകയാണ്, അവകായിനുൻ യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസൂലേ? അങ്ങനെ ഒരു കാലഘട്ടം വരുമോ ഹബീബേ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, തീർച്ചയായും ഉണ്ടാകും സഹാബ. വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലുത് കാണും സഹാബ, അതിനേക്കാൾ വലുത് കാണും സഹാബ. സഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, നന്മ ഉപദേശിക്കാതെ തിന്മയെ നയിക്കുന്നതായ ഒരു കാലഘട്ടത്തേക്കാൾ മോശമായ ഒരു കാലഘട്ടം ഏതാണ്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നന്മ ഉപദേശിക്കുന്നവരെ തടയുന്നവരും തിന്മ ഉപദേശിക്കുന്നവരെ വാഴ്ത്തുന്ന കാലഘട്ടം കടന്നു വരുമത്രേ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരും. സ്വവർഗാനുരാഗികളെ ഇന്ന് ഭയങ്കര ഇഷ്ടമാണ് ആർക്ക്? മീഡിയക്കാർക്ക്. കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങളുടെ ജീവിതചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞ് റാഹത്തായിട്ട് അവരുടെ കൈ മൈക്കൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അല്ലെങ്കിൽ മാന്യമായി ജീവിതം നയിച്ചു പോകുന്ന ആളുകൾ അവരവരുടെ ശരീരപ്രകൃതിക്ക് ഭംഗം വരുത്തിയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആക്കുന്നതിന് വേണ്ടി വലിയ പ്രലോഭനം കൊടുക്കുന്നതായ ഒരവസ്ഥ. മീഡിയകൾ തന്നെ അവരുടെ വാർത്തകൾ എപ്പോഴും മുഴപ്പിച്ചിങ്ങനെ കാണിക്കുക സമൂഹത്തിൽ. വേറെ എത്രയോ വാർത്തയുണ്ട് ഇവിടെ പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു, വർധന വന്നിച്ചിരിക്കുന്നു, കാണുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. ഇതൊന്നും ഇവിടെ ചർച്ചയില്ല. ചർച്ച എന്താ? രണ്ട് പേര്, അതിലൊരുത്തൻ എന്തായി? അവൻ ഗർഭം ധരിച്ചു, അച്ഛൻ ഗർഭിണിയായി. ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസുകളാണ്. അതാണ് എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായി? ഇവിടെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ഇനി മുതലൊരു താല്പര്യം പറഞ്ഞു, എന്ത്? ഗർഭിണിയാകാൻ. അതാ കളി. ന്യൂസ് ഇങ്ങനെ കൊടുത്ത് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അച്ഛന്മാരെല്ലാം നല്ല റാഹത്തായിട്ട് വാതിനൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും വയറിങ്ങനെ വീർത്തിരിക്കുക. റാഹത്ത് തന്നെ. അത് ചെറിയ 2 പിള്ളേരുണ്ട് റാഹത്തായിട്ട്. പെണ്ണുങ്ങളെല്ലാവരും പുറകെ ആണുങ്ങളുടെ ജോലി നോക്കുക, ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ജോലി നോക്കുക. ലോകം പോയിക്കൊണ്ടിരിക്കാൻ. ലോകാവസാനത്തിന് ഇതിനേക്കാൾ വലിയ അടയാളം ഇനി വല്ലതും ഉണ്ടോ? ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ആയത്ത് ഹദീസൊക്കെ പോയ സമയം പോവും. ലോകം മുഴുവനും ഇങ്ങനെ അശ്ലീലത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക. ഒരു സിനിമാ നടി അങ്ങോട്ട് പോയാൽ, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ തുനിഞ്ഞാൽ, അവൾ ഗർഭിണിയായാൽ, ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉലാത്തിയാൽ അതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ. എല്ലാം കൊണ്ടുവന്നോണ്ടേ ന്യൂസുകാർ. ഏതാ ഈ ന്യൂസുകാർ? ഇവരുടെയൊക്കെ പേജ് ഓരോ പാവങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നല്ല ന്യൂസ് കിട്ടുമെന്ന് കരുതിയ ന്യൂസ് മുഴുവൻ വിഷയദാരിദ്ര്യം ഇതാ കൊടുക്കുന്നത് മുഴുവൻ. പേർലിമാനിയുടെ കുഞ്ഞിപ്പോൾ എവിടെ ഇടുന്നത്? അതായിപ്പോൾ ചർച്ച. ആ കുഞ്ഞിനെന്താ പേര് എന്തായിട്ട്? അവരിതാ ലുലുമാളി വന്നിട്ടുണ്ട്, ഇറങ്ങാൻ പോകുന്നു. മുസാഫാത്ത് ചെയ്യണം ഇനി പോയി. ഹണി റോസ് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്, പോകുന്നു, വരുന്നു, ചർച്ച. ചാനലുകളിൽ കൊടുക്കുന്ന ചർച്ചകളാണ് വിഷയദാരിദ്ര്യം. ഇതെല്ലാം സമൂഹം ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടേയിരിക്കാൻ. ഇത് കാണുന്നവൻ്റെ മനസ്സിൻ്റെ അകത്തളത്തിലേക്ക് ചിന്ത വേറെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ചിത്രങ്ങളും ഈ സംഭവങ്ങളും കൂടുതലായി ദർശിക്കുമ്പോഴാണല്ലോ അതിലേക്ക് ആകർഷണത്വം ഉണ്ടാവുക. ആണ് നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ ഫാത്തുബഅഹു ശൈത്വാനു, പിശാചിൻ്റെ ഒരു തുടർച്ച അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അശ്ലീലത, തൊടുന്നതും അശ്ലീലത, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളുടെ മഹത്വത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന കാലം മുതൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് 12 മാസങ്ങളിലാണത്രേ. മിൻഹാ 4 ഹുറും, ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ്. മുഹറം മുതൽ തുടങ്ങുന്നതായ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ 12 മാസങ്ങളാണ്. അറബി മാസം 12ആണ്. ആ 12 മാസങ്ങളിൽ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ മാസങ്ങൾ 4 എണ്ണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. മിൻഹാ 4 ഹുറും, 4 മാസങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന് ദുൽഹിജ്ജയാണ്, മറ്റൊന്ന് ദുൽഖഅദയാണ്, മൂന്നാമത്തത് മുഹറമാണ്, 4-മത്തത് റജബാണ്.
നമ്മൾ നിലകൊള്ളുന്ന റജബ് മാസം അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 4 മാസങ്ങളും വളരെ ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ്. ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എങ്ങനെ ശ്രദ്ധിക്കണം? ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഈ മാസങ്ങളിൽ നിങ്ങൾ ചെയ്തു പോകരുതേ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു നിലയ്ക്കുമുള്ള അക്രമപരമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുന്ന സഹോദരങ്ങളെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം നിങ്ങൾ പ്രവർത്തിക്കരുതേ, അഥവാ ഒരു തെറ്റിലേക്കും പോകരുതേ. ഒരു തെറ്റിലേക്കും നടക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. മറ്റു മാസങ്ങളിലും പാടില്ല, ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും പാടില്ല. എല്ലാ മാസങ്ങളും അങ്ങനെ തന്നെയാണ്. എന്താ മുഹറം, ദുൽഹിജ്ജ, ദുൽഖഅദ, അതുപോലെ തന്നെ റജബ്, ഈ മാസങ്ങളെ മാത്രം പറഞ്ഞത്? ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ അപ്പം എന്താ തെറ്റ് ചെയ്യാമെന്നാണോ? അല്ല. മറ്റു മാസങ്ങളിൽ പാടില്ല, ഈ മാസങ്ങളിൽ തീരെയും പാടില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ മാസങ്ങളിൽ ഒട്ടും തെറ്റിലേക്ക് പോകാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഈ മാസങ്ങളിൽ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമുള്ളതുപോലെ ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ ശിക്ഷ ഇരട്ടിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസങ്ങളിൽ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ ശിക്ഷയും ഇരട്ടിയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണത്. അപ്പോൾ മുമ്പുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്ത ആളുകൾ തന്നെ റമദാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവാൻ അള്ളാഹു നൽകുകയാണ് റജബ്. ഇവിടം കൊണ്ട് തന്നെ നീ നന്നായി തുടങ്ങണം. കള്ളു കുടിച്ചിരുന്ന ആളുകൾ, വിജയ ബാർ, റീജൻസി ബാറിലൊക്കെ പോയി റാഹത്തായി കുപ്പി പൊട്ടിച്ചിരുന്ന ടീംസൊക്കെ ഇനി നന്നാവാൻ തുനിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പറഞ്ഞപ്പോൾ തന്നെ ചിലർ മുഖം നല്ല തെളിച്ചം. കാരണം ഇതൊക്കെ നല്ല അറിയാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ബാറുകളിലൊക്കെ പോയി റാഹത്തായി കുടിച്ച് തിമിർത്തിരുന്ന ടീമുകളൊക്കെ ഇനി എന്ത് ചെയ്യുക? ഇനി അതൊക്കെ ഒഴിവാക്കുക. കാരണം റമദാൻ വരികയാണ്. അതിന് മുന്നോടിയായിട്ട് നന്നാവാൻ തുനിയ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇനി എല്ലാ അശ്ലീലതകളും പരിപൂർണമായി ഒഴിവാക്കി. കള്ളു കുടിച്ചിരുന്നത്, വ്യഭിചരിച്ചിരുന്നത്, സിനിമ കണ്ടത്, സീരിയൽ ദർശിച്ചത്, ഹറാമായ തലത്തിലേക്ക് കണ്ണ്, കാത്, ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടുപോയത് എല്ലാം ഇനി മുതൽ ശ്രദ്ധിക്കൻ. എല്ലാം ഇനി നന്നാക്കി തുടങ്ങേണ്ട സമയമായി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഖുർആൻ പറയുന്നത്, ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. ഒരു നിലയ്ക്കുമുള്ള മോശമായ പ്രവണതകളുമായി ഇനി നിങ്ങൾ പോകാൻ പാടില്ല. ചെയ്താൽ ഇരട്ടി ശിക്ഷയാണ്. നന്മ ചെയ്താൽ അതുപോലെ തന്നെയാണ്, ഇരട്ടി പ്രതിഫലമാണ്. ഒരു നന്മയുടെ കേട്ടോളീൻ. ഈ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന നേട്ടം ഇമാം റാസി റളിയല്ലാഹു അൻഹു ഹദീസ് തഫ്സീറുൽ കബീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സാമ യൗമൻ മിൻ റജബിൻ ഫകഅന്നമാ ഫകാന ലഹു 30 യൗമാ സൗമ 30 യൗമാ ഔ കമാ ഖാല റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം ഒരു വ്യക്തി നോമ്പനുഷ്ഠിച്ചാൽ 30 ദിവസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുമേ. സുബ്ഹാനല്ലാഹ്. 30 ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലം ഒറ്റയടിക്ക് കിട്ടും. ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ റജബിൽ ഒരു നോമ്പനുഷ്ഠിച്ചാൽ. ആരാ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിച്ച, ഒരു നോമ്പെങ്കിലും അനുഷ്ഠിച്ച? സാധുമാരൊന്നും കൈയുറുത്തണ്ട. അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയുറുത്തിക്ക്. 1 2 3 4 5 6 പേരുണ്ട്. അവർക്ക് അവാർഡ് കൊടുക്കണം. ആസിം വെളിമണ്ണയ്ക്ക് കൊടുത്ത പോലെ.
പ്രത്യേകം ബഹുമാനിക്കേണ്ട ആളുകളാണവർ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റജബ് ഇപ്പം തന്നെ കണ്ടില്ലേ, 10-12 എത്തി. ആരാ ഇവിടെ ശ്രദ്ധിക്കുന്നവർ? മാസങ്ങൾ ഗൗനിക്കുന്നവരില്ല. 12 ദിവസങ്ങൾ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു നോമ്പ് പോലും നമ്മൾ പിടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാണ്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല, ആദരവായ പ്രവാചകനെ പറയുകയാണ്. 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നവന് അല്ലാഹു നൽകുന്നത്. പരിശുദ്ധമായ റജബ് മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ പാപ സുരക്ഷിതത്വമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പാപ സുരക്ഷിതത്വം അല്ലാഹു നൽകുകയാണ്. എല്ലാ പാപങ്ങളും പുറത്തു നൽകും. ശിഷ്ടകാലം അവന് പാപ സുരക്ഷിതത്വം നൽകും. തീർന്നില്ല. 3-ാമതായി പറയുന്നു, നാളെ പടച്ച റബ്ബിൻ്റെ ദർബാറിലെത്തിയാൽ അവന് വല്ലാതെ വിഷമവും പ്രയാസവും നേരിടുന്നതായ ഘട്ടത്തിൽ, എല്ലാവരും ദാഹത്താൽ പരവശരാകുന്ന ഘട്ടത്തിൽ അവനൊരിക്കലും ദാഹമുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം നൽകുമത്രേ. മഹ്ശറയിൽ എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ, ദാഹിച്ച് പരവശനാകുമ്പോൾ ഇവന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. ഇവന് വളരെ റാഹത്തായിരിക്കും. അവിടെ പ്രയാസമുണ്ടാവുകയേ ഇല്ല. ഇവൻ്റെ ദാഹമൊക്കെ അള്ളാഹു ശമിപ്പിച്ചിട്ടുണ്ടാകും. ആരാണിവൻ? റജബ് മാസത്തിൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചവരാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സ്വഹാബത്തിനോട് പറയുമ്പോൾ, ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രതിഫലം സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ, സ്വഹാബത്തിൽ പ്രായമുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്കതിന് കഴിയില്ലല്ലോ റസൂലേ. ആരോഗ്യപരമായി ക്ഷയിച്ചതാകുന്ന വ്യക്തിയാണ്. എൻ്റെ ശരീരത്തിലെ എല്ലുകൾ പുറത്തേക്ക് ഉന്തി വന്നിരിക്കുകയാണ്. ഞാൻ ശരീരം വളരെ ക്ഷീണിച്ചതാകുന്ന അവശനായ വ്യക്തിയാണ്. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ എനിക്ക് പ്രയാസമാണ് റസൂലേ. നോമ്പ് പിടിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ എൻ്റെ ശരീരം അതിന് കഴിയുന്നില്ല റസൂലേ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ, പ്രായമുള്ളതാകുന്ന ശരീരം ക്ഷീണിക്കപ്പെട്ട വ്യക്തിയോട് പോലും അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, മാസം മുഴുവനും നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന നേട്ടമാണ് ഞാൻ ഈ പറഞ്ഞത്. പാപമോചനം ലഭിക്കുന്നതാണ്. ശിഷ്ടകാലം പാപ സുരക്ഷിതത്വം ലഭിക്കുന്നതാണ്. നാളെ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ദാഹവും പരവേശവും ഉണ്ടാവാതെ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഈ 3 പ്രതിഫലവും ലഭിക്കാൻ ഒരു മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളോട് പറഞ്ഞതാണ്. റജബ് മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രായമുള്ള ഉപ്പ ഉമ്മ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആ മാസത്തിലെ 3 ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. ആദ്യത്തെ 10-ൽ ഒരു നോമ്പും, രണ്ടാമത്തെ 10-ൽ ഒരു നോമ്പും, മൂന്നാമത്തെ 10-ൽ ഒരു നോമ്പും അനുഷ്ഠിക്കണേ. ഈ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രായമുള്ള വ്യക്തിയാണ്, അയാൾക്ക് പിടിക്കാൻ പറ്റത്തില്ല ഒരു മാസം മുഴുവനും എന്ന് ആവലാതി പറഞ്ഞപ്പോഴും, എന്നാൽ നീ ഒട്ടും പിടിക്കണ്ട എന്നല്ല പറഞ്ഞത്. എത്ര എണ്ണം പിടിക്കണം? 3 എണ്ണം പിടിക്കാനാണ് പറഞ്ഞത്. അതാ മനസ്സിലാക്കാൻ പറഞ്ഞത്. നമുക്കിവിടെ നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല, ശരീരത്തിനൊക്കെ വളരെ സെഹത്തുണ്ട്. ചെറിയ രോഗങ്ങളുണ്ട്, ഷുഗറുണ്ട്, പ്രഷർ, കൊളസ്ട്രോൾ, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാത്തവർ ആരാ ഉള്ളത്? ചെറിയ കുട്ടികൾ പോലും പ്രസവിച്ച് കുറച്ച് നാളുകളായിട്ടുള്ളൂ, 1-2 ദിവസങ്ങളായിട്ടുള്ളൂ, മാസങ്ങളായിട്ടുള്ളൂ, വർഷങ്ങളായിട്ടുള്ളൂ, ചെറിയ കുട്ടികൾക്ക് പോലും ഷുഗർ, ഇൻസുലിൻ എടുക്കുന്ന കുട്ടികൾ. നഊദുബില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലോകം അങ്ങനെ മാറി മറിഞ്ഞിരിക്കാൻ. അപ്പോൾ എല്ലാ രോഗങ്ങളും ഒഴിവായി നിൻ്റെ ശരീരത്തിന് സിഹത്ത് കിട്ടിയതിന് ശേഷം
നീ നോമ്പ് പിടിക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും അത് സാധ്യമാവൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊരിക്കലും നടക്കൂല. എല്ലാ രോഗങ്ങളും എനിക്ക് ഒഴിവാകട്ടെ, എല്ലാ തിരക്കുകളും മാറട്ടെ, എൻ്റെ ശരീരത്തിന് നല്ല സിഹത്ത് വരട്ടെ, എന്നിട്ട് ഞാൻ പിടിച്ചോളാം. അതൊന്നും നടക്കൂല സഹോദരങ്ങളെ. പല സഹോദരിമാരും അങ്ങനെയാണ്, എല്ലാം ഒഴിവാകട്ടെ. ഇപ്പോൾ ചെറിയൊരു കൊളസ്ട്രോൾ ഉണ്ട്, ഇപ്പോൾ വിരലിൻ്റെ തുഞ്ചം ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, ആ മുറിവൊക്കെ ഉണങ്ങട്ടെ എന്നിട്ട് പിന്നെ പിടിക്കാം. ഇങ്ങനെ കാത്തിരുന്ന് അവസാനം വലിയ രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതല്ലാതെ, പ്രായാധിക്യം കൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നതല്ലാതെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും പല സഹോദരങ്ങളും ശ്രദ്ധിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ഫീ റജബ്. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കി പിടിച്ചിരുന്നു റജബ് മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം നോമ്പാണ്. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ പറയും ലാ നുഫ്തിറു, നബി തങ്ങൾ ഇനി നോമ്പ് മുറിക്കില്ല എന്ന് പറയും. ആ നിലയിൽ നബി തങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. വനുഫ്തിറു, നബി തങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോൾ പ്രവാചകൻ നോമ്പ് മുറിക്കും. ചില സമയങ്ങളിൽ നോമ്പ് പിടിക്കാതെയും ഇരിക്കും. ഞങ്ങൾ പറയും ഹത്താ ലാ നസൂമു, ഇനി നബി തങ്ങൾ നോമ്പ് പിടിക്കില്ല എന്ന് ഞങ്ങൾ പറയും. ആ നിലയ്ക്കും നബി തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റജബ് മാസം വന്നാൽ നോമ്പ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്, പൂർത്തിയായി. നോമ്പ് പൂർത്തിയാക്കി പിടിക്കാതെയും ഇരുന്നിട്ടുണ്ട്. എന്തിനാ രണ്ടും കാണിച്ചു തന്നത്? രണ്ടും അനുവദനീയമാണ്. ചിലർ നോമ്പ് മുഴുവൻ റമദാൻ ഈ റജബിൽ പിടിച്ചിട്ട് ഷാബാനും അങ്ങനെ തന്നെ കൊണ്ടുപോയി അവസാനം റമദാനാകുമ്പോൾ എല്ലാം ഹലാവും. റമദാനാകുമ്പോൾ തീരെ വയ്യ, അസുഖബാധിതനായി ഇടങ്ങേറായി കിടക്കാൻ. അതിനാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്ര നോമ്പ് പിടിച്ചാൽ മതി? ഒരു 3 നോമ്പ് പിടിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വൈകാരൊന്നും വന്നോളൂ. ഒരു 3 നോമ്പ് പിടിക്കുക. 3 നോമ്പ്, ഒന്ന് ആദ്യത്തെ 10, മറ്റൊന്ന് രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 അടുത്ത 1. ആദ്യത്തെ 10 കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ 10 2 പിടിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ഇച്ചിരി ഒന്ന് അടുപ്പിച്ച് വെച്ചു. ആ പീഠം അങ്ങോട്ട് വാങ്ങിച്ചു. ഒട്ടും ഇത് കിട്ടുന്നില്ല, എനിക്ക് തൊണ്ട പിടിക്കുന്നില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാവലിലാക്കുമാറാവട്ടെ. അപ്പോൾ ഈ രീതിയിൽ നോമ്പ് പിടിച്ച് നമ്മൾ മുന്നേറിയാൽ ഇൻഷാ അല്ലാഹ് റജബ് കൊണ്ട് വിജയിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 3 നോമ്പ് കൊണ്ട് കിട്ടുന്നത് എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, പാപമോചനം കിട്ടുകയാണ്, ഇസ്മത്ത് കിട്ടുകയാണ്, പാപസുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുകയാണ്. അതിലെല്ലാം ഉപരി നാളെ ആഖിറത്തിൽ ദാഹം നമുക്കുണ്ടാവുകയേ ഇല്ല. എല്ലാവരും പ്രയാസപ്പെടുന്ന ആ സമയത്ത് അള്ളാഹു നമുക്ക് വലിയ സംരക്ഷണം നൽകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സഹോദരങ്ങളെ. അത് ശ്രദ്ധിക്കണം നമ്മൾ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ഇനി ഈ മാസത്തിൽ 3 പിടിക്കൂലേ എല്ലാവരും? എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സഹോദരിമാരും ഈ മജ്‌ലിസിലുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണർത്തുന്നത്. കാരണം ഇതൊക്കെ കൂടുതൽ ഇഷ്ടവും താല്പര്യവും, എന്ത് ദിക്ർ പറഞ്ഞാലും എന്ത് സലാത്ത് പറഞ്ഞാലും ഏത് നോമ്പിൻ്റെ വിഷയം പറഞ്ഞാലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നത് സഹോദരിമാരാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഈ മാസങ്ങൾക്കൊന്നും ഒരു മഹത്വവും ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് ബാധിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാത്തിനും എതിര് നിൽക്കുന്നവർ. നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ല, ഖുനൂത്ത് വേണ്ട, ദിക്ർ വേണ്ട, സ്വലാത്ത് വേണ്ട, യാസീൻ വേണ്ട, മരിച്ചെടുത്ത് ഓതണ്ട, മരിക്കുന്നതിന് മുമ്പ് ഓതണ്ട, ഒരു സമയത്ത് ഒരു ഖുർആൻ ഖത്മും വേണ്ട, ഒരു നന്മയും ജീവിതത്തിൽ വേണ്ട എന്ന് വാദിക്കുന്നവരുണ്ട്. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരൊരു മാസങ്ങളെയും ബഹുമാനിക്കൂല, ഒരു ഹദീസും അവർക്ക് സ്വീകാര്യതയില്ല, എല്ലാ ഹദീസും തള്ളിക്കളയലാണ്. അങ്ങനെയെങ്കിൽ പിന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ ഹദീസൊക്കെ എവിടെ പോയി? 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയ വ്യക്തികളുണ്ട് ഇവിടെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയവരാണ്.
കാണുന്ന ഹദീസ് എല്ലാം മൗദൂഅത്തിൽപ്പെട്ടതാണ്, അതൊന്നും സഹീഹല്ല, ഇത് ശരിയല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 6000-ൽ പരം ഹദീസുകൾ വരെയുള്ള ആ ഹദീസിൻ്റെ ഗ്രന്ഥം പോലും നമുക്ക് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിക്കണമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ 10 ലക്ഷം ഹദീസ് അവിടെ പോയി. ഹദീസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ 10 ലക്ഷം ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ബാലിശമായ വാദമാണ്. മുസ്ലിമീങ്ങളുടേതാകുന്ന തെളിവ് പ്രമാണം നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. നഊദു ബില്ലാ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ പ്രമാണമാണ് ഖുർആൻ, രണ്ടാമത്തത് ഹദീസ്, മൂന്നാമത്തത് ഇജ്മാ. ഇതൊക്കെ നമ്മുടെ പ്രമാണങ്ങളാണ്. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും. ഹദീസുകളില്ല, അത് കേടാണ്, ഇത് കേടാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് സ്വഹീഹായ ഹദീസ്, ഏതാണ് ഹദീസുകളുള്ളത്? എല്ലാ ഹദീസും ഒഴിവാക്കാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാവും. അവരുടെ വാദഗതികൾ നമ്മൾ കേൾക്കേണ്ടതേയില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ ഒരാളെക്കുറിച്ച് മോശമായ ചിന്തയുണ്ടാവരുത്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ മാസത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ടതായ കാര്യം അതാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ സ്ഫുടം ചെയ്യാൻ പറ്റിയ മാസം. ഒരാളെക്കുറിച്ച് മോശമാകുന്ന ഒരു ചിന്ത പോലും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. ആ കാണുന്ന മനുഷ്യൻ, ആ വാതിലൂടെ വരുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങോട്ട് നോക്കാതെ നബി പറഞ്ഞ കാര്യം പറയാം. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിലകൊള്ളുന്ന വേള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ ഞങ്ങൾ നിലകൊള്ളുമ്പോൾ നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ആ കാണുന്നതായ വാതിലിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് ഒരു മനുഷ്യൻ ഇതാ കടന്നു വരും സ്വഹാബ. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിലേക്ക് നോക്കുകയാണ്. ആരാണ് കടന്നു വരുന്നത്? നോക്കുമ്പോൾ വാതിൽ ശൂന്യമാണ്. ഒരു മനുഷ്യനും അപ്പോൾ കടന്നു വന്നിട്ടില്ല. അല്പനേരം ഞങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വാതിലൂടെ കടന്നു വരുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ വെള്ളം, ഒളു എടുത്ത വെള്ളം ഇങ്ങനെ ഇറ്റിത്ത് താഴത്തേക്ക് വീഴുന്നുണ്ട്, താഴത്തേക്ക് വരുന്നുണ്ട്. തൻതിഫു മിൻ ലഹിയതിഹി വളുഅഹു. ഒളുവെടുത്തതാകുന്ന വെള്ളം അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളിലൂടെ പുറത്തേക്ക് ചെറുതായി ഇറ്റിത്ത് വീഴുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ വയഖുദു ഇന്ദ ശിമാലിഹി ഫിയദി ശിമാലിഹി നഅലൈഹി. അദ്ദേഹത്തിൻ്റെ 2 ചെരുപ്പുകളും തൻ്റെ ഇടത് കൈയിൽ പിടിച്ചിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഇങ്ങനെ അകത്തേക്ക് കയറി വരികയാണ്. ഞങ്ങളെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഒരു സാദാ സീതാ മനുഷ്യൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ധരിച്ചിട്ടുള്ളത് നഗ്നത മാത്രം മറയാനുള്ളതാകുന്ന ഒരു വസ്ത്രമാണ്. വലിയ പണക്കാരനൊന്നുമല്ല, ഒരു സാദാ സീത ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞത്. ഒളുവെടുത്തതിൻ്റെ വെള്ളം ഇങ്ങനെ താടിയിൽ നെറ്റി വീഴുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് പറയാൻ, ഞങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ചു. അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് ഇത് കിട്ടിയതെന്ന് അറിയണമല്ലോ. പള്ളിയിൽ അദ്ദേഹം വന്നു. അദ്ദേഹം സ്വഹാബത്തിനിടയിലേക്ക് കയറിയിരുന്നു. പ്രവാചകരുടെ ക്ലാസ് തുടരുകയാണ്. നബി പിന്നൊന്നും മിണ്ടുന്നില്ലല്ലോ. അദ്ദേഹം വരുന്നതിന് മുമ്പാണ് കാര്യം പറഞ്ഞത്. ആ മനുഷ്യൻ സ്വർഗത്തിലാണ്, ഒരു വ്യക്തി അതിലേക്കൂടെ വരുമെന്ന് പറഞ്ഞു. സ്വഹാബത്ത് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്. 2ാമത്തെ ദിവസവും കടന്നു വരുകയാണ്. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും
ഈ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വരും റജുലുൻ മിൻ ഹാദൽ ബാബി, ഈ വാതിലിലൂടെ കടന്നു വരുമത്രേ, മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹാബത്ത് പറയുകയാണ്, ആശ്ചര്യപ്പെട്ടുകൊണ്ട് അതിശയപ്പെട്ടുകൊണ്ട്, ആരാണ് കടന്നു വരുന്നത്, അദ്ദേഹം നേടിയെടുത്തതാകും നന്മ എന്താണെന്നറിയാൻ ആകാംക്ഷയോടുകൂടി ഞങ്ങൾ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ തലേ ദിവസം കയറി വന്ന മനുഷ്യൻ അതേ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി, അതേ വസ്ത്രവിധാനത്തിലും, അതേപോലെ തന്നെ വധുവെടുത്ത താടിരോമങ്ങളിലൂടെ വെള്ളമിറ്റിത്ത് വീണുകൊണ്ട് ഇടത് കൈയിൽ ചെറിയതാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പിടിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുകയാണ്. എന്താ ചെരുപ്പം പിടിച്ചോണ്ട് പള്ളിയിലോട്ട് വരുന്നത്? അന്നൊക്കെ പള്ളിയിൽ മണ്ണ് വിരിച്ചതാകുന്ന പള്ളിയാണ്. ഇന്നും കണ്ടിട്ടില്ല നിങ്ങൾ ഹറമിലേക്കൊക്കെ പോകുമ്പോൾ ചെരുപ്പ് കൈ പിടിച്ചുകൊണ്ട് തന്നെ പോകില്ല വരും. ആ ചെരുപ്പിൽ എന്ത് വേണം? ശുദ്ധി വേണം. എന്നാലേ ഉള്ളൂ തവാഫ് മറ്റിത്യാദി കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ടോയ്ലറ്റിലിട്ടുകൊണ്ട് പോയി വൃത്തിയായി കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാത്ത ചെരുപ്പാണെങ്കിൽ അതും കവറിലിട്ടിട്ട് റാഹത്തായിട്ട് ബാഗിലിട്ട് അവിടെ പോയി തവാഫ് തോളത്തും തൂക്കിയിട്ടുണ്ട് തവാഫ് ചെയ്താൽ അവൻ്റെ തവാഫും പോയി, എല്ലാ അമലും പോയി. അത് മനസ്സിലായിക്കോണം. സാന്ദര്യവുമായി ഇടയിൽ പറയുന്നൊരു വിഷയമാണ്. കാരണം തവാഫ് ചെയ്യുന്ന വേളയിൽ എന്ത് വേണം? ശുദ്ധി വേണം, നിർബന്ധമാണ്, ഷുറത്താണത്. പലപ്പോഴും പല ഉമ്മമാരും അത് ശ്രദ്ധിക്കാറില്ല, സഹോദരങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല. ഈ ഇടുന്ന ചെരുപ്പ് ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോയതാണ്, താച്ചയെ മുക്കി നിട്ടുകൊണ്ട് പോയ സാധനമായിട്ട് അവസാനം കാബയുടെ അവിടെ കൊണ്ട് തേച്ച് വെച്ചിരിക്കുക. സാധനം അവിടെ കൊണ്ട് ഭിത്തി കൊണ്ട് വെക്കുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മുടക്കിയ പൈസയൊക്കെ വെറുതെ പോവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത് കേട്ടോ. ഇടയിൽ പറഞ്ഞതാണ്, പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ചെരുപ്പ് അവിടെ വെക്കാനുള്ള സ്റ്റാൻഡുണ്ട്, പക്ഷേ ആ സ്റ്റാൻഡിന് നമ്പർ അറിയണം, കയറിപ്പോകുന്ന വാതിലിൻ്റെ നമ്പർ അറിയണം. ചിലർ കയറിപ്പോവും, അല്ല പിന്നെ 3-ാം നമ്പർ ബാത്റൂം എന്ന് പറയാം, അവസാനം ഇറങ്ങി വരുമ്പോൾ 13-ാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ പോയി ഇറങ്ങുന്നത്. ഹലാഗ് കഴിഞ്ഞ് പള്ളി മുഴുവൻ കറങ്ങി മൊത്തം കണ്ടിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ബാച്ചിൽ ഉംറയ്ക്ക് പോയപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള 2-3 പ്രായം ആളുകളും ചങ്ങനാശ്ശേരിയിലുള്ളൊരു ഉപ്പായുമുണ്ട്. അള്ളാഹുവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ സുബൈക്ക് ശേഷം ഇതുപോലെ എല്ലാവരെയും പള്ളി കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 10 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരോടും പറഞ്ഞു 10 മണിക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. 10 മണിയായിട്ട് കുറച്ച് ടീമുകളെ കാണുന്നില്ല, ഈ പ്രായമായ 1-2 ആളുകളെ കാണുന്നില്ല. അപ്പോൾ ഉണ്ട് നോക്കുമ്പോൾ ഉണ്ട് അവരിങ്ങനെ ക്ഷീണിച്ച് അവശരായി റൂമിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു പള്ളി കാണാൻ പോകണ്ട്. ഇനി കാണാനൊന്നുമില്ല ഉസ്താദെ, പള്ളിയും കണ്ട് അതിനപ്പുറവും കണ്ട്. കാരണം സുബൈ നിസ്കരിക്കാൻ വേണ്ടി 4 മണിക്ക് പള്ളിയിൽ പോയതാണ്. ഇറങ്ങിയപ്പം അപ്പുറത്തെ ഭാഗത്തായിപ്പോയി. വഴി തെറ്റി പള്ളി മുഴുവൻ നടന്ന് കണ്ട് എല്ലാ വാതിലും കണ്ട് ജനലും കണ്ട് എല്ലാം കണ്ടിട്ട് വരിക. ഇനി ഞങ്ങൾ ഒരു പള്ളിയും കാണാനില്ല ഉസ്താദ് പോയിക്കോളെ. മൊത്തം അവർ നടന്ന് ക്ഷീണിച്ച് 10 മണിയാകുമ്പോൾ തിരിച്ചു വരിക. അന്നപ്പോഴാകുമ്പോൾ നമ്മൾ വിളിക്കുന്ന പള്ളി കാണാൻ പോകാൻ, പള്ളിയുടെ ഓരോ ഭാഗങ്ങൾ കാണാൻ. ഞങ്ങളില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ കയറിപ്പോകുന്ന വഴി ഏതാണെന്ന് അറിയില്ല. ചെരുപ്പ് സാധാരണ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, അതിന് ഓരോ നമ്പറുണ്ട്. 78 എന്ന് എഴുതിയ നമ്പർ, ആ 78 അവിടെ തന്നെ വന്നാൽ ആ സാധനം ആരും എടുത്തുകൊണ്ട് പോകില്ല, സ്റ്റാൻഡിൽ തന്നെ ഉണ്ടാവും. പക്ഷേ 78 പിന്നെ വന്ന് നോക്കുമ്പോൾ വേറെ സ്ഥലത്താണ്. 1078 അവിടെ പോയിട്ട് അവൻ്റെ ചെരുപ്പ് തപ്പുകയാണ്. അതാണ് അവസ്ഥ. വേറെ ഭാഗത്താണ് പോയി തപ്പുന്നത്. അത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും, ഇത് കിറ്റിനകത്ത് അല്ലെങ്കിൽ ബാഗിനകത്താക്കിയിട്ട് ഇതുമായിട്ട് ഔത്തോട്ടങ്ങ് പോവും. ഇതും വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും. നമ്മുടെ ചെരുപ്പും ഷൂവൊക്കെ ശുദ്ധിയില്ല എങ്കിൽ വളരെ ശ്രദ്ധിക്കണം, നമ്മുടേതാകുന്ന തവാഫ് ശരിയാവുകയില്ല. അതും വഹിച്ച് നിസ്കരിച്ചാലും അങ്ങനെ തന്നെയാണ്, നിസ്കാരവും ശരിയാവില്ല. സാധാരണ രീതിയിൽ അത് കൊണ്ടുപോയി ചെരുപ്പ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത് അല്ലേ? ഇതേപോലെയായിരുന്നു സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലും. അന്ന് തുടങ്ങിയതാണ് ഈ ചെരുപ്പ് നേരെ പള്ളിയിൽ കൊണ്ടുപോവുക, അകത്ത് കൊണ്ടുവന്നൊരു സൈഡിൽ നിസ്കരിക്കുന്ന ഒരു ഭാഗത്ത് മാറ്റി വെക്കും. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ട, എന്താ ചെരുപ്പമായിട്ട് പള്ളിക്കകത്തോട്ട് പോകുന്നത്, ഇയാൾ അതുകൊണ്ട് സ്വർഗം കിട്ടിയതാണോ എന്ന് കരുതിയിട്ട് അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും ചെരുപ്പമായിട്ട് പള്ളിക്കകത്തോട്ട് വരണ്ട. ചെരുപ്പമായിട്ട് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലാണെന്ന് നബി പറഞ്ഞു. അതല്ല പറയുന്നത്, ശേഷം കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത്തെ ദിവസത്തിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിനോട് പറയുകയാണ്, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിതാ നിങ്ങളിലേക്ക് കടന്നു വരുമത്രേ. ആ കാണുന്ന വാതിലിലൂടെ കടന്നു വരും സ്വഹാബ, ശ്രദ്ധിക്കണേ സ്വഹാബ. സ്വഹാബത്ത് പറയുകയാണ് ആശ്ചര്യത്തോടുകൂടി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു തഫ്ഫാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്. എല്ലാ സ്വഹാബത്തും ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി നോക്കുകയാണ്. നോക്കുമ്പോൾ ഫദഖല അലൈനാ റജുലുൻ മിനൽ അൻസാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതായ അൻസാരികളിൽ പെട്ടതാകുന്ന ഒരു പാവപ്പെട്ട സ്വഹാബി, അദ്ദേഹം ഇതാ പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ ഒരു ചെരുപ്പ് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതാകുന്ന താടി രോമങ്ങളിലൂടെ വെള്ളം ഇതാ വുളൂഇന്റെ വെള്ളം പുറത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ ചെരുപ്പ് കൊണ്ടുവന്ന് വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റസിലേക്ക്, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് വന്നിരിക്കുകയാണ്, കയറിയിരിക്കുകയാണ്. ആ മനുഷ്യൻ ഈ വിഷയവും ഒന്നും തന്നെ അറിയുന്നില്ല. തന്നെക്കുറിച്ച് ഇങ്ങനെ നബി പറഞ്ഞതായിട്ട് അദ്ദേഹം അറിഞ്ഞതേയില്ല. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പാണ് നബി ഇത് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടതാകുന്ന അനുയായിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഈ പറയപ്പെട്ട സ്വഹാബിയുടെ പിറകെ കൂടുകയാണ്. ഏത് വ്യക്തിയാണോ അൻസാരികൾപ്പെട്ട വ്യക്തി സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പിറകിൽ കൂടി ഇശാ കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ലഹൈതു അബീ, ഞാൻ എൻ്റെ വാപ്പയുമായി ചെറിയ വിഷയത്തിൽ പിണങ്ങിയിട്ടുണ്ട്. ഫഅഖ്സംതു, ഞാൻ സത്യം ചെയ്തു പോയി, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പോയി, അല്ലാ അദ്ഖുല ബൈതഹു ഇല്ലാ ബഅദ സലാസ്, 3 ദിവസങ്ങൾക്ക് ശേഷമല്ലാതെ ഞാനിനി വീട്ടിലേക്ക് വരില്ല എന്ന് ഞാൻ സത്യം ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ടൊരു 3 ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കട്ടെയോ? വല്ല എതിർപ്പുമുണ്ടോ? ചെറിയൊരു കളവ്. ആ കളവ് മറ്റൊന്നിനും പേരിലല്ല, ഇദ്ദേഹത്തിലുള്ള നന്മ എന്താണെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വാപ്പായിട്ട് ചെറിയ പിണക്കത്തിലാണ്, അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റൂല, 3 ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 3 ദിവസം നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. ആര്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയതാകുന്ന വ്യക്തിയോട് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, പിന്നെന്താ, അദ്ദേഹം ഒന്നും അറിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ നന്മ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, പോരാൻ പറഞ്ഞു, വീട്ടിലോട്ട് പോ. അങ്ങനെ വീട്ടിൽ പോയി. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നു. ഇശ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ദിവസം തന്നെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നു. സുബഹിക്ക് മുമ്പ് ഇദ്ദേഹം എഴുന്നേറ്റതിന് ശേഷം മറ്റേ ആൾ എഴുന്നേൽക്കുന്നുണ്ട്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു. സാധാരണ പോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചപ്പോൾ നേരെ പള്ളിയിലേക്ക് പോന്നു. ഇദ്ദേഹവും കൂടെ പോകുന്നു, വീട്ടുകാരുടെ പോന്നു. എല്ലാ ദിവസവും ഇത് തന്നെ. 3 ദിവസം കടക്കാൻ മാത്രമാണ് പോകുന്നത്, പകല് പോകുന്നില്ല. എന്താ കാരണം? പകൽ ഇദ്ദേഹം കൂടെ പള്ളിയിൽ തന്നെ ഉണ്ട് എപ്പോഴും. നബിതങ്ങളുടെ ശിഷ്യനാണ്, എപ്പോഴും പള്ളിയിൽ തന്നെ. ഈ പറയുന്ന സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ സ്വഹാബി എപ്പോഴും പള്ളിയിലുണ്ട്. അപ്പോൾ പിന്നെ നോക്കിയാൽ മതി എന്താണെന്ന് ഇയാൾ ചെയ്യുന്നതെന്ന് പുറകെ നിന്ന് വീക്ഷിച്ചാൽ മതി. ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രിയിൽ നമ്മൾ കാണാതെ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ രഹസ്യമായിട്ട് വീട്ടിലോട്ട് പോകുന്നത്. അനുവാദം വാങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു. സാധാരണ രീതി അങ്ങനെയാണല്ലോ, എല്ലാവരും രഹസ്യമായ അമലുകൾ ചെയ്യുന്ന ഒരു സമയവും സന്ദർഭവും രാത്രിയാണ്. അതിനാണ് ഭയങ്കര പ്രതിഫലവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും നമ്മളറിയാതെ വല്ലതും ചെയ്യുന്നുണ്ടോ? പകലെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. രാത്രിയിൽ ചെയ്യുന്ന അമൽ എന്താണ് അതറിയാൻ വേണ്ടിയിട്ട് കൂടെ പോവാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസവും 2ാമത്തെ ദിവസവും തദൈവ ഇതേപോലെ തന്നെ തുടർന്നു. പ്രത്യേകമായ അമലൊന്നും കാണുന്നില്ല. 3ാമത്തെ ദിവസവും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് അവസ്ഥ. പ്രത്യേകമായ ഒരു അമലൊന്നും തന്നെ കാണുന്നില്ല, ദർശിക്കുന്നില്ല. പ്രത്യേകമായിട്ട് ഒരു അമലും കാണാൻ പറ്റുന്നില്ല. 3 ദിവസം കഴിഞ്ഞു.
അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ ഇയാളടുത്ത് നിന്നിട്ട് കാര്യമില്ല, വെറുതെ വാപ്പാട് പണക്കമെന്ന് പറഞ്ഞാൽ അതൊരു വിഷയമാക്കണ്ട, നേരെ വീട്ടിലോട്ട് പോവാം. പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ഞാൻ ഈ 3 ദിവസം നിങ്ങളുടെ കൂടെ കൂടിയത് വാപ്പായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ കൂടാൻ കാരണം സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടുപോയി. യതുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയിൽ നിന്നുള്ള ഒരു വ്യക്തി ഇതാ ഈ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യമല്ല പറഞ്ഞത്, 3 പ്രാവശ്യം നബി തങ്ങൾ 3 ദിവസങ്ങളായി പറഞ്ഞപ്പോഴും ആ വാതിലിലൂടെ ആദ്യമായി കടന്നു വന്നത് നിങ്ങളാണ്. എന്താണ് നിങ്ങൾ സ്വർഗത്തിൽ കടക്കാനുള്ള അമൽ ചെയ്യുന്നതെന്നറിയാനാണ് 3 ദിവസം നിങ്ങളോടൊപ്പം ഞാൻ കൂടിയത്. പക്ഷെ എൻ്റെ നോട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് അത്രയും തന്നെ നിങ്ങൾ ചെയ്യുന്നത് കാണാനില്ല. ഞാൻ ചെയ്യുന്നതായ ഇബാദത്തുകളോളം നിങ്ങൾ ചെയ്യുന്നില്ല. എത്ര വലിയ അമലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായാലും കളവ് പറയുകയില്ല. ഞാൻ അറിയാതെ ഇനി വല്ല രഹസ്യമായ അമലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞാൻ കാണാതെ നിങ്ങൾ വല്ല രഹസ്യമായ അമല് വല്ല ചെയ്യുന്നുണ്ടോ? ഞാൻ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിരിക്കാൻ രാത്രിയിൽ ഉറങ്ങി എന്ന് വരുത്തുകയാണ്. നിങ്ങളൊന്ന് കണ്ണ് തുറക്കുമ്പോഴേക്ക് ഞാൻ എഴുന്നേൽക്കാറുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങുന്നതിന് മുമ്പ് വല്ല ദിക്ർ ചെല്ലുന്നുണ്ടോ? അതൊക്കെ ഞാൻ ചെല്ലുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന അമലാണ്, എല്ലാം നബി പഠിപ്പിച്ചതാണല്ലോ. നമ്മൾ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യഗണങ്ങളാണ്. നബി പഠിപ്പിച്ചത് മുഴുവൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ രഹസ്യമായ ഒരു അമല് നിങ്ങളിലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തരുമോ? നോക്കൂ, നിങ്ങൾ സ്വഹാബിയാണ്, സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ് അദ്ദേഹം. അവരൊക്കെ സ്വഹാബികളാണ്, റളിയല്ലാഹു അൻഹും എന്ന് അള്ളാഹു ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയവരാണ്. എന്നാൽ പോലും സ്വർഗത്തിൽ കടക്കുമെന്നുള്ള ആ വാക്ക് നബിതങ്ങൾ ഇദ്ദേഹത്തെ 3 വട്ടം പറയണമെങ്കിൽ ഇദ്ദേഹത്തിലുള്ള ആ നന്മ കൂടി എനിക്ക് കൊണ്ടുവരണമെന്നുള്ള ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് തന്നെ എത്ര വലിയ നന്മയാണ്, മനസ്സിൻ്റെ നന്മയാണത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അൻസാരിയാകുന്ന സഹാബി ഒരെന്നെ പറയുകയാണ്, വമാ ഹുവ ഇല്ലാ മാ റഅയ്ത, വമാ ഹുവ ഇല്ലാ മാ റഅയ്ത, നിങ്ങളെ കണ്ടതല്ലാതെ മറ്റൊന്നും എൻ്റെ അടുക്കൽ കൂടുതലായിട്ട് ഒരു അമലുമില്ല, ഒരു സുഹൃതവും നിങ്ങൾ കണ്ടതിനേക്കാൾ ഒരൽപ്പം പോലും എനിക്ക് ഇല്ല. നിങ്ങളീ കണ്ടത് മാത്രമുള്ളൂ എനിക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ആകെ നിരാശനായി. ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു അംർ അൽ-ആസ് റളിയല്ലാഹു അൻഹു ശരി എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞ് പുറകോട്ട് പോവാൻ വീട്ടിൽ നിന്നിറങ്ങി. പോകുമ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു വിളിച്ചു. അൻസാരിയാകുന്ന സഹാബി വര്യന് പറയുകയാണ്, ഒരു കാര്യം എന്നിലുണ്ട്. അത് നമുക്ക് അടുത്ത ജുമായ്ക്ക് പറയാം. അതെയോ? എങ്ങനെയുണ്ട് പരിപാടി? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ അറിയൂലല്ലോ, എന്നാ കേട്ടോളി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം എന്നിലുണ്ട്. നിങ്ങളീ കണ്ടതാകുന്ന നിസ്കാരം തന്നെയാണ് എൻ്റെ നിസ്കാരം. നിങ്ങളീ കണ്ട ഇബാദത്തുകൾ തന്നെയാണ് എൻ്റെ ഇബാദത്ത്. രാത്രിയിൽ ഞാൻ എഴുന്നേക്കും, നിസ്കരിക്കും, ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. ഞാൻ ഈ പകൽ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്കും. എന്നെക്കൊണ്ട് കഴിയുന്ന നിലയ്ക്ക് ഞാൻ സക്കാത്ത് കൊടുക്കും. പാവങ്ങളുടെ കണ്ണീരൊപ്പം നിരാലംബർക്ക് അവലംബമാകും, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കും. ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ കൈവശമില്ല. ഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗൈശാ വലാ അഹ്സുദു على أحد من المسلمين على خير أعطاه الله إياهم. എൻ്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ മുസ്ലിമീങ്ങളാകുന്ന ഒരൊറ്റ വ്യക്തിയോട് പോലും ഒരു വെറുപ്പോ വിദ്വേഷമോ എൻ്റെ ഹൃദയത്തിൽ ഇല്ല.
എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തെ ഞാൻ സ്ഫുടം ചെയ്യും. എൻ്റെ ഹൃദയത്തിൽ ഉറങ്ങുന്ന സമയത്ത് ലോകത്തുള്ള ഒരു മുസ്ലിമിനോടും ഒരു മുസ്ലിമത്തിനോടും എൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് ഇല്ലേ ഇല്ല. വലാ അഹ്സുദു അലാ അഹദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിയോടും എനിക്ക് അസൂയ ഇല്ലേ ഇല്ല. അലാ ഖൈരിൻ ആതാഹു അല്ലാഹു ഇയ്യാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും നന്മയുടെ വിഷയത്തിൽ അവർക്ക് കുതിര കൊടുത്തിട്ടുണ്ടാവാം, അവർക്ക് ഒട്ടകം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് സ്വർണം അല്ലാഹു അധികം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് അല്ലാഹു സമ്പത്ത് ധാരാളം നൽകിയിട്ടുണ്ടാവാം, അവർക്ക് അല്ലാഹു മനോഹരമായ വീട് അല്ലാഹു നൽകിയിട്ടുണ്ടാവാം, സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് അല്ലാഹു അവരെ കൊണ്ടുപോയിട്ടുണ്ടാവാം, മനോഹരമാകുന്ന വീട് അവർ വെച്ചിട്ടുണ്ടാവാം, നല്ല ഒരു കുടുംബ പശ്ചാത്തലം അല്ലാഹു നൽകിയിട്ടുണ്ടാവാം, സുന്ദരിയായ ഭാര്യയെ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടാവാം, സുന്ദരന്മാരാകുന്ന ചെറുപ്പക്കാരെ അല്ലാഹു വരനായി അവർക്ക് കൊടുത്തിട്ടുണ്ടാവാം, അതിസുന്ദരി സുന്ദരന്മാരാകുന്ന മക്കളെ അല്ലാഹു കുടുംബത്തിന് സമ്മാനിച്ചിട്ടുണ്ടാവാം. ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഇന്ന് വരെ എൻ്റെ മനസ്സെ പിടിച്ച് കുലുക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരാളോടും അസൂയയോ വിദ്വേഷമോ പകയോ വെറുപ്പോ ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരാളോടും എനിക്ക് ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒരു വെറുപ്പോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു മനസ്സാണ് എൻ്റെ മനസ്സ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംറുൽ ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചുമ്മാതല്ല, വഹുവ ലാ തുതീഖു ബിനാ, ഞങ്ങളെ കൊണ്ട് കഴിയാത്ത പണിയാണത്. അബ്ദുല്ലാഹി ബിൻ അംറുൽ ആസ് റളിയല്ലാഹു വിനയത്തിൻ്റെ ഭാഷ കൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് സാധിക്കാത്ത വലിയ അമലാണല്ലോ അൽഹംദുലില്ലാ നിങ്ങൾക്ക് സാധിച്ചത്, ഇത് ഞങ്ങൾക്ക് കഴിയില്ല, വലിയ നേട്ടമാണ് നിങ്ങൾക്ക് ചെയ്തത്, നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പോയി എന്ന് ഹദീസിൽ കാണാം. പഠിക്കണം ഇത്. എന്താണ് ഈ പറഞ്ഞത്? ഒരാളോടും ഒരനുഗ്രഹം അയാൾക്ക് കിട്ടി, അയൽപക്കത്തുള്ള വ്യക്തി അയാൾ 2 നില വീടെടുക്കുന്നു, റമദാൻ വന്നപ്പോൾ പഴയതാകുന്ന വീടൊക്കെ പൊളിച്ചിട്ട് പുതിയത് വെക്കുന്നു, അല്ലെങ്കിൽ വർഷാവർഷം അയാൾ ടൗണിൽ 10 മുറി കടയെടുക്കുന്നു, 2 മുറി കടയെടുക്കുന്നു, 10 സെൻറ്റ് ഭൂമി വാങ്ങിയിടുന്നു, പുതിയ പുതിയ വാഹനം അയാൾക്ക് കിട്ടുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അസൂയ വെച്ചിങ്ങനെ ഇരിക്കാൻ. മോമിനിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള വിഷയം അതാണ്, അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്. ഇതില്ലാത്ത ഒരൊറ്റ ആൾക്കാരില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാനടക്കം നമ്മളെല്ലാവരുടെയും ഹൃദയത്തിലുള്ള മാലിന്യമാണ്, അത് മുക്തമാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് മുക്തിയാക്കി എടുക്കേണ്ട മാസമാണ് ഈ റജബ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ വ്യക്തിയോട് പോലും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും ഞാൻ ആ വിദ്വേഷം വെച്ച് പുലർത്തുകയുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതാകുന്ന സ്വർഗത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ ഞാൻ കാരണമായി തീർന്നത് എന്ന് മഹാനായ അൻസാരിയായ സ്വഹാബി വര്യൻ എന്നോട് പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.